Good morning. Welcome to our next chapter, that is module 3, that is internal control. What do you mean by internal control? It is an overall control system, internal management. അതായത് ഇൻറ്റേർണൽ മാനേജ്മെൻറ്റിന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓവറോൾ കൺട്രോൾ സിസ്റ്റമാണ് ശരിക്കും നമ്മൾ എന്ത് പറയുന്നത് ഇൻറ്റേർണൽ കൺട്രോൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സിസ്റ്റത്തിൽ പല രീതിയിലുള്ള നമ്പർ ഓഫ് ചെക്സ് ആൻഡ് കൺട്രോൾസ് ആർ എക്സസൈസ്ഡ് അല്ലേ. നമ്മൾ പല രീതിയിൽ ചെക്കിങ് നടത്തുക, പല രീതിയിലുള്ള കൺട്രോളിങ് നടത്തുക, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൽ പറയുന്നത്. ഇനി ഇൻറ്റേർണൽ ഓഡിറ്റ് ആൻഡ് ഇൻറ്റേർണൽ ചെക്സ് ആർ അതർ അക്കൗണ്ടിങ് ആൻഡ് നോൺ അക്കൗണ്ടിങ് കൺട്രോൾസ്. ഇൻറ്റേർണൽ ചെക്ക് നടത്തുക, ഇൻറ്റേർണൽ ഓഡിറ്റ് നടത്തുക, അതൊക്കെ ഇതിൽ വരുന്ന ഇൻറ്റേർണൽ കൺട്രോൾ വരുന്നതാണ്. It is an overall planning and its practical operations included in the definition of internal control. Okay. What do you mean by internal audit? Internal control അതുപോലെ തന്നെ ഇതിൽ നെക്സ്റ്റ് വരുന്ന വേറെ ടോപ്പിക്കാണ് ഇൻറ്റേർണൽ ഓഡിറ്റ്. ഓക്കെ. അപ്പോൾ ലാർജ് ബിസിനസ്സിലെ വലിയ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ പല രീതിയിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ ഓഡിറ്റും ഒരു ഓഡിറ്റ് ക്ലർക്കും ഉണ്ടായിരിക്കും. ഒരു സാലറിയുടെ എംപ്ലോയിഡ് ആയിരിക്കും. അപ്പോൾ ഇവർ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് റിവ്യൂ ഓഫ് ഓപ്പറേഷനിൽ ഇവരെ പല റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യാനും ഇടയ്ക്കിടയ്ക്ക് റിവ്യൂ നടത്താനും നമ്മൾ പല രീതിയിൽ കമ്പനീസ് ആക്ട് പ്രകാരം 2013 പ്രകാരം ഇൻറ്റേർണൽ ഓഡിറ്റ് കമ്പൾസറി ആയി വയ്ക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. അക്കോർഡിംഗ് ടു പ്രൊഫസർ വാൾട്ടർ ബി മേക്സ്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. Internal auditing consists of a continuous critical review of financial and operating activities by a staff of auditors functioning as full-time salaries employees. അപ്പോൾ ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ക്രിട്ടിക്കൽ റിവ്യൂ ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഒരു കമ്പനിയുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫിനാൻഷ്യലും ആയിട്ടുള്ള അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ബൈ സ്റ്റാഫ് ഓഫ് ഓഡിറ്റേഴ്സ്, ഒരു കൂട്ടം സ്റ്റാഫ് ഓഫ് ഓഡിറ്റേഴ്സ് ഫങ്ഷനിങ് ആസ് ഫുൾ ടൈം സാലറീസ് എംപ്ലോയീസ്. ഒരു ഫുൾ ടൈം സാലറീസ് എംപ്ലോയി ആയിട്ട് ആ ഒരു കമ്പനിയുടെ എല്ലാ ആക്ടിവിറ്റീസും പങ്കെടുക്കുക. അതിൻ്റെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ അതുപോലെ തന്നെ ക്രിട്ടിക്കൽ റിവ്യൂ ഒക്കെ ക്രിയേറ്റ് ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി അതിൻ്റെ objectives of internal audit: to ensure the management that the internal check and the accounting system are effective in design and ഓപ്പറേഷൻ. ഇൻറ്റേർണൽ ചെക്കും ഇൻറ്റേർണൽ മാനേജ്മെൻറ്റും എഫക്റ്റീവാണ്. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് റിവ്യൂ ഓഫ് ഓപ്പറേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഫിനാൻഷ്യൽ ആയാലും നോൺ ഫിനാൻഷ്യൽ ആയാലും ഒരു ഇൻഡിപെൻഡൻറ്റ് ഓപ്പറേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇറ്റ് കീപ്സ് എ വാച്ച് ഓവർ ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ ബിസിനസ്. ഇൻകം എക്സ്പെൻഡിച്ചർ ബിസിനസ്സിൻ്റെ ഇൻകം ആയാലും എക്സ്പെൻഡിച്ചർ ആയാലും അത് കറക്റ്റ് വാച്ച് ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് സീസ് ദ എക്സ്പെൻഡിച്ചർ ഡസ് നോട്ട് എക്സീഡ് ദ ബഡ്ജറ്റഡ് എമൗണ്ട്. ബഡ്ജറ്റ് എമൗണ്ടിൽ നമുക്ക് എക്സ്പെൻഡിച്ചർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് സീസ് ദാറ്റ് ദർ ഇസ് നോ വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽ എക്സ്പെൻസസ്. മെറ്റീരിയൽ എക്സ്പെൻസിന് കാര്യമായിട്ടുള്ള വേസ്റ്റേജ് വരാതെ നോക്കാം. അതുപോലെ തന്നെ ഓർഗനൈസേഷൻ അതിൻ്റെ എല്ലാ പോളിസികളും ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതും കൂടി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. ഞാൻ നെക്സ്റ്റ് പറയുന്നു നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ഓഡിറ്റ്. ഓക്കെ. അത് ഇൻറ്റേർണൽ ഓഡിറ്റ് നമുക്ക് ഇൻറ്റേർണൽ ചെക്കുമായിട്ട് ഒരിക്കലും ഒരു കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. കാരണം that the assets of its organization were adequately safeguarded and property accounted. അതായത് പ്രോപ്പറായിട്ടുള്ള എല്ലാ അക്കൗണ്ടും അസറ്റുകളൊക്കെ പ്രോപ്പർട്ടിയും എല്ലാം പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ആൻഡ് അക്കൗണ്ടിങ് ആൻഡ് അതർ അലൈഡ് റെക്കോർഡ്സ്, അക്കൗണ്ടിങ് റെക്കോർഡ്സും അതുപോലെ തന്നെ അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള റെക്കോർഡുകൾ. പിന്നെ അതുപോലെ തന്നെ ഈച്ച് ഓഫ് ഓർഗനൈസേഷൻസ് ഫോളോ ദ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആസ് ലേഡ് ബൈ ദ ടോപ്പ് മാനേജ്മെൻറ്റ്. ടോപ്പ് മാനേജ്മെൻറ്റിന് എന്തൊക്കെ പോളിസികളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ. അത്രയാണ് അതിൽ വരുന്നത്. ദ ഡെഫിനിഷൻ ഇംപ്ലൈസ് ദ ഫോളോയിങ്, ദാറ്റ് ഈസ് ഇൻറ്റേർണൽ ഓഡിറ്റ് ഗോസ് ബിയോണ്ട് ദ ബുക്ക് അക്കൗണ്ട്സ് ആൻഡ് റിലേറ്റഡ് റെക്കോർഡ്സ്. അപ്പോൾ ബുക്ക് ഓഫ് അക്കൗണ്ട് റിലേറ്റഡ് റെക്കോർഡുകളെ നോക്കുന്നതിനേക്കാൾ ഉപരി ഇൻറ്റേർണൽ ഓഡിറ്റർ വലുതാണ്. അതുപോലെ തന്നെ വേരിയസ് ഓർഗനൈസേഷൻ്റെ വേരിയസ് ആക്ടിവിറ്റീസ് നോക്കുക. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് റിഗാർഡിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് ഓപ്പറേഷൻസ് റിവ്യൂഡ് ബൈ ഹിം. മാനേജ്മെൻറ്റ് എത്രത്തോളം പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടെന്ന് നോക്കാം. ഓക്കെ. ദ നെക്സ്റ്റ് വരുന്ന ഫീച്ചേഴ്സ് ഓഫ് ഇൻറ്റേർണൽ ഓഡിറ്റ്. എന്താണ് ഇൻറ്റേർണൽ ഓഡിറ്റിൻ്റെ ഫീച്ചേഴ്സ്? ഇറ്റ് ഈസ് കമ്പൾസറി, ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ഓഡിറ്റ്, അതുപോലെ തന്നെ സ്യൂട്ടബിൾ ടു ലാർജ് ബിസിനസ് ഓർഗനൈസേഷൻ, ആൻഡ് ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ബൈ ഓൺ എംപ്ലോയീസ് ഓഫ് ദ ഫേം സ്പെഷ്യലി അപ്പോയിൻറ്റഡ് ഫോർ ദ പർപ്പസ്, ആൻഡ് ദ ഇൻറ്റേർണൽ ഓഡിറ്റ് ഈസ് കണ്ടക്റ്റഡ് ഫോർ ascertaining that internal control system existed in the organization effective, and to see whether operations or programs were being carried out as planned of top management. And the object of internal audit varies from business to business depending on its different natures. ഇത്രയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. Okay.
നെക്സ്റ്റ് നമുക്ക് വരുന്നൊരു ടോപ്പിക്കാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻറ്റേർണൽ ചെക്ക് ആൻഡ് ഇൻറ്റേർണൽ ഓഡിറ്റ്. ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറഞ്ഞാൽ ദ എൻട്രീസ് ആർ പാസ്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ വർക്ക് ഓഫ് വൺ ക്ലർക്ക് ഈസ് ഓട്ടോമാറ്റിക്കലി ചെക്ക്ഡ് ബൈ അനദർ അറ്റ് സം ടൈം. If it is aimed at minimizing the chance of committing theft, fraud or error, internal check is treated as instant audit. ഓക്കെ, നമുക്ക് രണ്ടും നമ്മൾ ഡിഫറൻസ് നോക്കാം. ഇതിൽ നോക്കിയിട്ടുണ്ട് ഇൻറ്റേർണൽ ചെക്കും ഇൻറ്റേർണൽ ഓഡിറ്റും. ദ വർക്ക് ഓഫ് വൺ ക്ലർക്ക് ഈസ് ഓട്ടോമാറ്റിക്കലി ചെക്ക്ഡ് ബൈ അനദർ അറ്റ് ദ സെയിം ടൈം. ഇൻറ്റേർണൽ ചെക്കിൽ ഇൻറ്റേർണൽ ഓഡിറ്റ് ആണെങ്കിൽ ദ വർക്ക് ഓഫ് വൺ ക്ലർക്ക് ചെക്ക്ഡ് ബൈ അനദർ ആഫ്റ്റർ ദ ഫോർമർ ഹാസ് കംപ്ലീറ്റഡ് ദ വർക്ക്. ഓക്കെ, ഇനി ഇൻറ്റേർണൽ ചെക്കിൽ പറയുന്നു ഇറ്റ് ഈസ് എ ഡിവൈസ് ടു മിനിമൈസ് ദ ചാൻസസ് ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്. Okay, it is a device to detect fraud and error already committed. Okay, no separate staff is appointed for the purpose of internal check, but internal auditors are specially appointed. ഇനി ഇതിൽ വരുന്ന എ ഫേം ഈസിലി അഡോപ്റ്റ്സ് ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം, ബട്ട് ഓൺലി ലാർജ് ഫേംസ് ക്യാൻ അഫോർഡ് ദ കോസ്റ്റ് ഓഫ് ഇൻറ്റേർണൽ ഓഡിറ്റ്. പിന്നെ അതിൽ വരുന്ന രണ്ടെണ്ണം കൂടിയുണ്ട്, ജസ്റ്റ് പറയാം, നിങ്ങൾ ടെക്സ്റ്റ് നോക്കിയാൽ മതി. പിന്നെ ഇറ്റ് ഈസ് ഫോർ ദ ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ്. ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ മാനേജ്മെൻറ്റിനുള്ളതാണ്, പക്ഷേ ഇൻറ്റേർണൽ ഓഡിറ്റ് ടോപ്പ് മാനേജ്മെൻറ്റിനുള്ളതാണ്. പിന്നെ ഇൻറ്റേർണൽ ചെക്കിൽ വരുന്നത് ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ഇൻസ്റ്റൻറ്റ് ഓഡിറ്റ്, ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് മാനേജ്മെൻറ്റ് ഓഡിറ്റർ ഓർ ഓപ്പറേഷണൽ ഓഡിറ്റ്. നമ്മൾ 4 പോയിന്റെങ്കിലും പഠിക്കുക. ഇത്രയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻറ്റേർണൽ ചെക്ക് ആൻഡ് ഇൻറ്റേർണൽ ഓഡിറ്റിൽ വരുന്നത്. സോ ദ ലാസ്റ്റ് ടോപ്പിക് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻറ്റേർണൽ ഓഡിറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റ്. കണ്ടോ, ഇൻറ്റേർണൽ ഓഡിറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റ്. അതിൽ പറയുന്നുണ്ട് അപ്പോയിൻമെൻറ്റിൽ ഇൻറ്റേർണൽ ഓഡിറ്റർ ഈസ് അപ്പോയിൻറ്റഡ് ബൈ മാനേജ്മെൻറ്റ്, അപ്പോയിൻറ്റഡ് ബൈ ഷെയർ ഹോൾഡർ ഓർ കൺട്രോളർ ഓഫ് ഓഡിറ്റർ ജനറൽ. ഇനി നേച്ചർ ഓഫ് ഓഡിറ്റിൽ വരുന്നു കമ്പൾസറി ബൈ സ്റ്റാറ്റ്യൂട്ടാണ്. ഓക്കെ, ക്വാളിഫിക്കേഷൻസിൽ നോ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് റിക്വയർഡ്, ക്വാളിഫിക്കേഷൻ അണ്ടർ സെക്ഷൻ 226 ഓഫ് കമ്പനീസ് ആക്ട്. സ്റ്റാറ്റസ് ഓഫ് ഓഡിറ്റർ ജനറലി സ്റ്റാഫ് ഓഫ് ദ ഓർഗനൈസേഷൻ, ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ ആണ്. ഇനി മാനർ ഓഫ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഓഡിറ്റാണ് കണ്ടക്റ്റഡ് ആഫ്റ്റർ എ പീരീഡ്. ഇനി 6ാമത് വരുന്നത് ഒബ്ജക്റ്റീവ്സിൽ വരുന്നത് ടു എൻഷർ കംപ്ലയൻസസ് വിത്ത് എസ്റ്റാബ്ലിഷ്ഡ് പോളിസീസ്. ഇവിടെ വരുന്നത് ടു എൻഷർ ദാറ്റ് അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻഷ്യൽ ഫെയർ വ്യൂ ഓഫ് ബിസിനസ് ആൻഡ് ബാലൻസ് ഷീറ്റ് ഗിവ്സ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ. ഓക്കെ, പിന്നെ അതിൽ വരുന്നത് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറർ ആൻഡ് ഫ്രോഡിൽ ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ്സ് ആണ്. ഇവിടെ ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ എറർ ഒരു ഇൻസിഡൻ്റലായിട്ട് ചെയ്യുന്നതാണ്. ഇനി സ്കോപ്പിൽ വരുന്നു സ്കോപ്പ് ഓഫ് ഓഡിറ്റ് ഈസ് ഡിറ്റർമിൻ ബൈ മാനേജ്മെൻറ്റ്. ഓക്കെ, സ്കോപ്പിൽ വരുന്നു സ്കോപ്പ് ഓഫ് ഓഡിറ്റ് ഈസ് ഡിറ്റർമിൻ ബൈ മാനേജ്മെൻറ്റ്, ഇവിടെ ഡിഫൈൻ ഇൻ ദ സ്റ്റാറ്റ്യൂട്ട്. ഇനി ഡിപ്പെൻഡൻസിയിൽ ഡിപ്പെൻഡൻറ്റ് ഓൺ മാനേജ്മെൻറ്റ്, ഇൻഡിപെൻഡൻറ്റ് ഫ്രം മാനേജ്മെൻറ്റ്. ഡിറ്റർമിനേഷൻ ഓഫ് ഡ്യൂട്ടിയിൽ ഡ്യൂട്ടി ക്യാൻ ബി മോഡിഫൈഡ് ബൈ ദ മാനേജ്മെൻറ്റ് ആൻഡ് ഡ്യൂട്ടി കനോട്ട് ബി മോഡിഫൈഡ്. റിമൂവൽ ഓഫ് ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ ക്യാൻ ബി റിമൂവ്ഡ് ബൈ മാനേജ്മെൻറ്റ്, ക്യാൻ ബി റിമൂവ്ഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ്. റിപ്പോർട്ട് ടു മാനേജ്മെൻറ്റ്, റിപ്പോർട്ട് ടു ഇറ്റ് സബ്മിറ്റഡ് ടു ദി ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇൻറ്റേർണൽ ഓഡിറ്റും ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റും തമ്മിലുള്ള ഡിഫറൻസ്. അതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഈ ഒരു മൊഡ്യൂൾ 3 ഈ ഒരു ചാപ്റ്ററുടെ അവസാനിക്കുകയാണ്. ചെറിയൊരു ചാപ്റ്ററായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ആ വീഡിയോ ഇട്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ഇൻറ്റേർണൽ ചെക്കിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളാണ് അടുത്ത ക്ലാസ്സിൽ എടുക്കാനുള്ളത്. ഓക്കെ, വായിച്ച് നോക്കുക. ഫുൾ പോയിൻറ്റ്സ് ഒന്നും ഇതിലില്ല, പറഞ്ഞിട്ടുണ്ട്, പക്ഷേ പോയിൻ്റ് ഇതിൽ എഴുതിയിട്ടില്ല. വായിച്ച് നോക്കുക, എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.